വീണ്ടും ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചർച്ചകൾ തുടരുകയാണ്. ധനസുമോദ് തുടരുന്നുണ്ട്. സുമോദ്, 2 മണിക്കൂർ അല്ല 2.5 മണിക്കൂറോളമായി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ആരംഭിച്ചിട്ട് കൂടിക്കാഴ്ചകൾ, ഒന്നിച്ചിരുന്നുള്ള കൂടിക്കാഴ്ചകൾ, ഒറ്റയ്ക്കിരുന്നുള്ള കൂടിക്കാഴ്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും വിവരം പുറത്തു കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും സംസാരിച്ചു. ഇപ്പോൾ രമേശ് ചെന്നിത്തല സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാരണവശാലും ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഉള്ള ഒരു സാഹചര്യം നമ്മളായി വിളിച്ചു വരുത്തരുത്. അതായത് കേരളത്തിൽ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പായാലും നിയമസഭയിലേക്കും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തുടക്കം തന്നെ ഒരു ഹൈക്കമാൻഡിന്റെ ഒരു മോഡ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം രണ്ട് നേതാക്കന്മാർക്കും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പിടികിട്ടിയിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ പിന്തുണ എം.എൽ.എമാരുടെ ഉള്ളത് കെ.സി. വേണുഗോപാലാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ സംസാരിച്ചിരുന്ന കെ.സി. വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസിന്റെ കീഴ്വഴക്കം കൂടുതൽ എം.എൽ.എമാരെ ആർക്കാണ് എന്ന് നോക്കി അവരെ സഭാകക്ഷി നേതാവാക്കുക, അതുവഴി അവരെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകണമെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് നിയമസഭയിലെ അംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് എത്തേണ്ടി വരും. അതിന് ഒരു അംഗം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. മറ്റൊന്ന്, അദ്ദേഹം നിലവിലിപ്പോൾ ലോക്സഭാ അംഗമാണ്. നിയമസഭാ അംഗവും ലോക്സഭാ അംഗങ്ങളും ഒരുമിച്ച് വഹിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം ലോക്സഭയും ഒഴിയേണ്ടി വരും. അങ്ങനെ അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. ഈ തരത്തിലുള്ള ഒരു 2 ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായെങ്കിൽ ജനവികാരം കോൺഗ്രസിന് എതിരാകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല യോഗത്തിൽ അറിയിച്ചത്. യെസ്, ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അവിടെയുണ്ട്. ചർച്ചകൾ 2.5 മണിക്കൂർ മുമ്പ് ആരംഭിച്ചതാണ്. ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ ഈ ചർച്ച നടക്കുന്നുണ്ട്. തീരുമാനം വരാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.